ഹായ് ഫ്രണ്ട്സ്, ഇപ്പോൾ നമ്മുടെ സഫാരി ഡൈക്കോർ പ്ലാറ്റ്ഫോം വർക്കിൻ്റെ 7ാം പാർട്ട് വീഡിയോ ആണിത്. ഇപ്പോൾ നമ്മുടെ ബാറ്ററി ഇന്നലെ ചാർജ് ചെയ്യാൻ കൊടുത്തത് ഏകദേശം 2 ദിവസത്തോളം ചാർജ് ചെയ്തെടുത്തു. അങ്ങനെ നമ്മൾ കടയിൽ വന്നപ്പോൾ ഓൾമോസ്റ്റ് എല്ലാ വർക്കുകളും കഴിഞ്ഞു. ചെറിയ ചില ഭാഗങ്ങൾ മാത്രം ബാക്കിയുണ്ട്. പ്ലാറ്റ്ഫോം വർക്കൊക്കെ നോക്കാം. അതേപോലെ ഇൻറ്റീരിയറിൽ ഡിക്കിയിൽ നമ്മുടെ ടെയിൽ ലൈറ്റിൻ്റെ ഭാഗത്തൊക്കെ പണികൾ കഴിഞ്ഞു. പ്രീവിയസ്ലി നിങ്ങൾക്ക് അറിയാൻ ഇവിടെ ഒരു കുഴി പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു. അതൊക്കെ ഏകദേശം ഒരു ഷേപ്പൊക്കെ ആക്കി എടുത്തു. പിന്നെ വീൽ ആർച്ചിൻ്റെ ഭാഗങ്ങളും അതേപോലെ നമ്മുടെ സീറ്റ് സെൻട്രോ സീറ്റ് പോയിട്ട് കൊടുങ്ങുന്ന ഒരു ലോക്ക് ഉണ്ട്, അവിടെയും ഒക്കെ സ്ട്രോങ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്കിന്ന് വണ്ടി എടുക്കുക എന്നുള്ള ഒരു ഉദ്ദേശമാണ് ഉള്ളത് ഇവിടുന്ന്. ഇനി നമുക്കിവിടെ ബഡ്ജറ്റ് ആയിരിക്കുന്നത് 28,500 ആണ്. 31,500 പറഞ്ഞത്. നമ്മൾ 28,500 ഫൈനലാക്കിയിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ കൊള്ളാമെന്നുണ്ട്. നിങ്ങളുടെ നാട്ടിലൊക്കെ ഇത്രയും വർക്കുകൾ ഏകദേശം നിങ്ങൾക്ക് എല്ലാ പാർട്ടുകളും കണ്ടാൽ മനസ്സിലാവും എന്തൊക്കെയാണ് ചെയ്തിരിക്കുന്നത് എന്നുള്ളത്. ഇത് കുറവാണോ മെച്ചമാണോ അതോ നിങ്ങൾക്ക് എന്തഭിപ്രായം ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇതിപ്പോൾ നമ്മൾ ബാറ്ററി ബോക്സിൽ ചെറിയ രീതിയിലൊന്ന് പാച്ച് വർക്ക് ചെയ്യുന്നതാണ്. കാരണം കൂടുതലൊന്നും അവിടെ ചെയ്യാൻ പറ്റില്ല. അവിടെ മൊഡ്യൂൾ നമ്മളെ കമ്പ്യൂട്ടറിൻ്റെ അപ്പുറത്ത് തന്നെ ECM. അപ്പോൾ അത് കാരണം ഇപ്പം വെൽഡ് ചെയ്യുന്നു, തുണി നനച്ചിടുന്നു, അങ്ങനെയൊക്കെയാണ് ഇത് വെൽഡ് ചെയ്തിരിക്കുന്നത്. ബാക്കി നമുക്ക് ഗ്രൈൻഡ് ചെയ്ത് ഒന്ന് പെയിൻറ്റ് ചെയ്ത് എടുക്കേണ്ടി വരും. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്ന് പറയുന്നത് ഈ വണ്ടീനെ ഇവിടുന്ന് കൊണ്ടുപോവുക, സർവീസ് ചെയ്യുക, ഇൻറ്റീരിയർ ആൻഡ് അണ്ടർ ബോഡി കോട്ടിംഗ് ഒക്കെ അടിക്കാൻ വേണ്ടി കൊടുക്കുക എന്നുള്ളതായിരുന്നു. നമ്മൾ ചാർജ് ചെയ്ത് കൊണ്ടുവന്ന ബാറ്ററി കണക്ട് ചെയ്ത് ആകാംക്ഷയോടെ സ്റ്റാർട്ട് ചെയ്ത് നോക്കിയപ്പോൾ ബാറ്ററി എടുക്കുന്നില്ല, തീരെ എടുക്കുന്നില്ല, ഒരു സൗണ്ടും ഇല്ല. അപ്പോൾ അങ്ങനെ നമ്മൾ വീണ്ടും കടയിൽ പോയി കടയിലുള്ള സാധാ എക്സൈഡ് ബാറ്ററി ഇന്നലെ എൻ്റെ വണ്ടി സ്റ്റാർട്ട് ചെയ്ത ബാറ്ററി കൊണ്ടുവന്നു. അത് വെച്ചിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്തെടുത്തു. എന്നിട്ട് വീണ്ടും നീല ബാറ്ററി തന്നെ കണക്ട് ചെയ്തു. നമ്മുടെ സീറ്റ് ഡ്രൈവർ സൈഡ് സീറ്റ് മാത്രം വെച്ച് 2 ബോൾട്ടിൽ മാത്രം കുടുക്കി നമ്മൾ മെല്ലെ പെയിൻറ്റിങ് ഷോപ്പിലും സർവീസ് സെൻ്ററിലൊക്കെ പോകാമെന്ന് വിചാരിച്ചപ്പോഴത്തേക്കും പുതിയൊരു പണി ഇട്ടിരിക്കുകയാണ് ഗൈസ്. പെട്ടു എന്ന് വേണേൽ പറയാം. ക്ലച്ചിൻ്റെ സ്ലീവ് സിലിണ്ടറിലേക്ക് പോകുന്ന പൈപ്പ് ഉരുകിപ്പോയായിരുന്നു വെൽഡ് ചെയ്യുന്ന സമയത്ത്. നമ്മൾ അറിഞ്ഞിരുന്നില്ല, ക്ലച്ച് റിലീസ് ആവുന്നില്ല. അപ്പോൾ ഈ പൈപ്പ് കിട്ടിയിട്ടില്ല. ആർക്കെങ്കിലും ഒന്ന് സോൾവ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ, ഹെൽപ്പ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നല്ലതായിരുന്നു. കുറച്ച് ഞാൻ ശ്രമിച്ചിട്ടൊന്നും കിട്ടിയില്ല. ബൂഡ്മോയിൽ ഞാൻ ഓർഡർ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. പക്ഷേ ഇത് വരാൻ ഓൾറെഡി കാണിക്കുന്നത് 7 ദിവസമാണ്. എനിക്കൊരു വിശ്വാസമില്ല. ഇവർ മിക്കവാറും പോസ്റ്റ്പോൺ ചെയ്ത് അങ്ങനെ പോകും. അപ്പോൾ നോക്കാം ഇൻ ബിറ്റ്വീൻ കിട്ടുമോ എന്നുള്ളത്. നമുക്ക് അടുത്ത പാട്ട് കാണാം.